ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വരികൾ കൂട്ടിച്ചേർക്കാം. മാമലകൾ നിറഞ്ഞ നാട്, പൂമലകൾ നിറഞ്ഞ നാട്, മാമരങ്ങൾ നിറഞ്ഞ നാട്, പൂമരങ്ങൾ നിറഞ്ഞ നാട്, പൂക്കൾ പുഞ്ചിരി തൂകും നാട്. ഇനി ഇതുപോലെ നമുക്ക് വരികൾ കൂട്ടിച്ചേർക്കാം. അപ്പം അതിന് നമുക്ക് എഴുതാൻ സഹായത്തിനായിട്ട് ആ റൗണ്ടിൽ തന്നിട്ടുണ്ട്. മാമലകൾ പൂമരങ്ങൾ മൂളിപ്പാടുന്നു തുമ്പികൾ ചിരിക്കുന്ന തുമ്പപ്പൂക്കൾ, കൂവുന്ന കുയിലുകൾ ഒഴുകുന്ന പുഴ, വണ്ടുകൾ മൂളിപ്പറക്കുന്നു. അപ്പം ഈ സൂചനകൾ വെച്ചിട്ട് നമുക്ക് പാട്ട് എഴുതാം. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ പാട്ട് ഈ സൂചനകൾ വെച്ചിട്ട് എഴുതുക? ഈ കവിത എഴുതാനായിട്ട് തന്നിരിക്കുന്ന ചിത്രം നോക്കൂ കൂട്ടുകാരെ. ഈ കവിതയുടെ ഭാഗമായിട്ട് തന്നിട്ടുള്ള ചിത്രമാണ്. അപ്പം ഈ സൂചനകൾ തന്നിട്ടുണ്ടല്ലോ, ആ സൂചനകൾ വെച്ചിട്ട് നമുക്ക് കവിത എഴുതാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് കവിത ഒന്നും കൂടി നോക്കാം. മാമലകൾ നിറഞ്ഞ നാട്, പൂമലകൾ നിറഞ്ഞ നാട്, മാമരങ്ങൾ നിറഞ്ഞ നാട്, പൂമരങ്ങൾ നിറഞ്ഞ നാട്, പൂക്കൾ പുഞ്ചിരി തൂകും നാട്. ഇനി നമുക്ക് എന്തെഴുതാം? മൂളിപ്പാടുന്നു തുമ്പികളുള്ള നാട്, ചിരിക്കുന്ന തുമ്പപ്പൂക്കളുള്ള നാട്, കൂവുന്ന കുയലുകളുള്ള നാട്, ഒഴുകുന്ന പുഴകളുള്ള നാട്, വണ്ടുകൾ മൂളിപ്പറക്കുന്ന നാട് എന്നിങ്ങനെ ഇതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നാട് 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 എന്ന് പറഞ്ഞ് ആ സൂചനകളൊക്കെ എടുത്ത് എഴുതാം. കവിതയായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 2, സംഭാഷണം തയ്യാറാക്കാം. ബാബുക്കുട്ടൻ എന്നൊരു കുട്ടിയും മുത്തശ്ശിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം. അപ്പം നോക്കൂ, ബാബുക്കുട്ടൻ: മുത്തശ്ശി ദിവസവും 2 നേരം കുളിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം മുത്തശ്ശി: ഉണർവിനും ഉന്മേഷത്തിനും പിന്നെ ദേഹം വൃത്തിയാക്കാനും. അപ്പം ബാബുക്കുട്ടൻ ചോദിക്കുകയാണ്, ശരി, പല്ലു തേച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അപ്പം മുത്തശ്ശി അതിനുത്തരം പറയണം. ബാബുക്കുട്ടൻ അതിന് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പം മുത്തശ്ശി വീണ്ടും ഉത്തരം പറയണം. അങ്ങനെ അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് എന്താണ്? നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ബാബുക്കുട്ടൻ്റെ സംശയങ്ങൾ മൊത്തം ചോദിക്കേണ്ടത്. അപ്പോൾ ബാബുക്കുട്ടൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നല്ല ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ട് ബാബുക്കുട്ടൻ ചോദിക്കണം. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മളിവിടെ സംഭാഷണ രൂപത്തിൽ എഴുതേണ്ട വിഷയം. ഉദാഹരണത്തിന്, പല്ല് തേച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അപ്പം മുത്തശ്ശി അതിന് ഉത്തരം പറയണം. എന്താ കുഴപ്പം പല്ല് തേച്ചില്ലെങ്കിൽ? നമ്മുടെ രോഗാണുക്കൾ വായിൽ നിന്ന് ഇന്നും വയറ്റിലേക്ക് എത്തൂലേ? അതുപോലെ കയ്യും വായും ഒക്കെ ഭക്ഷണത്തിന് മുമ്പും പിൻപും കഴുകണം എന്ന് പറയുന്നത് എന്തിനാ? അപ്പോൾ മുത്തശ്ശി അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നല്ല ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം? അപ്പോൾ അതൊക്കെ എന്തിനാണ് ചെയ്യണേ എന്ന് ബാബുക്കുട്ടൻ സംശയമായിട്ട് ചോദിക്കണം. അപ്പോൾ മുത്തശ്ശി അതിൻ്റെ ഉത്തരം പറയണം. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, കുറിപ്പെഴുതാം. ഓണവുമായി ബന്ധപ്പെട്ട നിരവധി കഥകളും കവിതകളും നാം പഠിച്ചിട്ടുണ്ട്. പ്രകൃതിയും മനുഷ്യരും മനസ്സ് നിറഞ്ഞ് ആനന്ദിക്കുന്ന ഓണക്കാലം കവികൾക്കും കഥാകാരന്മാർക്കും എക്കാലവും തങ്ങളുടെ രചനകൾക്ക് വിഷയമാകാറുണ്ട്. ഇത്തരമൊരു കവിതയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വിടരാത്ത ഓണപ്പൂക്കൾ. ഒളപ്പമണ്ണയുടെ വിടരാത്ത ഓണപ്പൂക്കൾ എന്ന കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടി വിടർന്നു പൊന്നോണം, നടുമുറ്റത്തുള്ളൊരോണത്തപ്പൻ നടന്നേദിച്ചു മുത്തശ്ശി, മിഴിയണ മാതാവേകിയ മഷി കൊണ്ടെഴുതി കുറുകപ്പൂച്ചെടി, കാമിനി പെട്ടി തുറന്നിട്ടേകിയ കോടിയലക്കിയ മുണ്ടോടെ, വെളിയിലിറങ്ങി നടന്നേൻ പൊന്നിള വെയിലിൽ പൂക്കും മനമോടെ, ആനന്ദിക്കുകയില്ലേ ഈ പൊന്നോണക്കാലത്തെല്ലാരും, ഇന്നാണല്ലോ പാതാളം വിട്ടിങ്ങോട്ടെത്തുക മാവേലി. ഒളപ്പമണ്ണയുടെ വിടരാത്ത പൂക്കൾ എന്ന കവിതയാണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കവിത വായിച്ചല്ലോ. കവിതയിലെ ആശയം ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കവിത എന്തിനെക്കുറിച്ചാണ് കൂട്ടുകാരെ? കവിത ഓണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഓണത്തെക്കുറിച്ച് നിങ്ങൾ ഈ കവിതയുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അടുത്തത്, കവിതയിൽ അടിവരയിട്ട പദങ്ങൾ പിരിച്ചെഴുതുക. മിഴിയണ.
മിഴിയണേനെ പിരിച്ചെഴുതാനാണ് പറയുന്നത്. അടുത്തത് വെളിയിലിറങ്ങി. അപ്പോൾ വെളിയിലിറങ്ങി എന്ന് എങ്ങനെ എഴുതും? വെളിയിൽ പ്ലസ് ഇറങ്ങി. അപ്പോൾ അങ്ങനെ പിരിച്ചെഴുതാനാണ് ഈ കവിതയിൽ നിന്ന് അടിവരയിട്ട പദങ്ങൾ പിരിച്ചെഴുതാനാണ് പറയുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.